1945 ഓഗസ്റ്റ് 6-നും 9-നും നാഗസാക്കി ഹിരോഷിമ അണുബോംബ് വിസ്ഫോടനം ലോക ജനതയുടെ മനസാക്ഷിക്ക് ഒരു തീർത്താ തീരാത്ത നൊമ്പരമാകുകയും തുടർന്ന് ഒരു ജനത നരകതുല്യ ജീവിതം നയിക്കുകയും ചെയ്യുന്നത് ലോകത്തിന് മുന്നിൽ ഇപ്പോഴും നീറുന്ന ഓർമ്മയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് മോദി ഭരണകൂടം നടത്തുന്ന ഇടപെടലുകൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ബംഗളൂരുവിൽ പുറത്തുവിടാനിരിക്കുന്ന അണുബോംബിനെ 140 കോടി ജനം ഉദ്വേഗത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ആ ബോംബ് ഏറെ പ്രാധാന്യമുള്ളതാണ്. ജനാധിപത്യത്തെ വെട്ടിക്കീറി ചോരയും ചലവും ഒലിപ്പിക്കുന്ന വ്രണമാക്കി മാറ്റി രാജ്യത്തെ മാറ്റുന്ന അതിക്രൂരമായ നടപടിയെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇക്കാലം അത്രയും BJPക്കെതിരെ ഉയർത്തിയ എല്ലാ ചോദ്യങ്ങളും അസഹിഷ്ണുതയോടുകൂടി മാത്രമേ BJP കണ്ടിരുന്നുള്ളൂ. ഇതിനൊന്നും തക്കതായ മറുപടി നൽകാനും മോദി സർക്കാരിന് സാധിച്ചിട്ടില്ല താനും. മോദിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ചോദ്യശരങ്ങളുമായി എത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് മോദിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവവും അഴിമതികളുമൊക്കെ തുറന്നു കാട്ടി രാഹുൽ ഗാന്ധി തുറന്നടിച്ചപ്പോഴൊക്കെ ഭരണപക്ഷം ഒന്നടങ്കം വിറളി പൂണ്ടതും ഇന്ത്യയിലെ ജനം കണ്ടതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെയും മോദിക്കെതിരെയും തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മറ്റിടങ്ങളിലും ഉൾപ്പെടെ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ 65 ലക്ഷം ആളുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ വോട്ട് കട്ട് ചെയ്തുകൊണ്ട് BJP തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക, മറുസ്വരങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷ ആരോപണം. അതിന് വ്യക്തമായ തെളിവുകൾ, അതാണ് രാഹുലിൻ്റെ കയ്യിലെ അണുബോംബ്. അത് പുറത്തുവിടുന്നതോടെ BJPയുടെ തനി സ്വരൂപം പുറത്തു വരുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. BJPക്ക് വേണ്ടി വോട്ട് മോഷണം ചെയ്യുന്ന കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്ന രാഹുലിൻ്റെ ആരോപണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നാളെ ബാംഗ്ലൂരിൽ ഫ്രീഡം പാർക്കിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി തൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ബംഗളൂരുവിൽ സെൻറ്ററിൽ നടന്ന തിരിമറികളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും തെളിവുകൾ ചൊവ്വാഴ്ച നിരത്തുക. ഇത് കേവലം ഒരു മണ്ഡലത്തിലെ കണക്കുകളായാലും രാജ്യത്തെ ആകമാനം പ്രതിഫലിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് കേൾവി കണ്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. നീണ്ടകാലം കോൺഗ്രസ് പൊതിഞ്ഞു സംരക്ഷിച്ച നമ്മുടെ ഇന്ത്യ. നെഹ്റുവും ഇന്ദിരയും അടക്കം കോൺഗ്രസിലെ സൂര്യ തേജസ്വികൾ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു പോന്ന ജനാധിപത്യ സമ്പ്രദായം ഇന്ന് മോദിയുടെ നേതൃത്വത്തിൽ കീറി മുറിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ അമേരിക്കയുടെ അന്നത്തെ ഇടപെടലിനെ അന്ന് ശക്തമായ ഭാഷയിൽ ഇന്ദിര പ്രതികരിച്ചിരുന്നു. അമേരിക്കയൊക്കെ ദാ അവിടെ അതിർത്തിക്ക് അപ്പുറത്ത് മതി, ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്ക് കെൽപ്പുണ്ട്, ഇത് ഇന്ത്യയാണ് എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ തൻ്റെടം എന്നും ഇന്ത്യ അഭിമാനത്തോടെയാണ് ഓർമ്മിക്കുന്നത്. ആ ഇന്ത്യയെയാണ് മോദി അമേരിക്കയിലെ തൻ്റെ ദോസ്തായ റൊണാൾഡ് ട്രംപിന് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് നിഷേധിക്കാനുള്ള കെൽപ്പ് ഇല്ലാതെ മൗനം പോകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗനം ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ മോദി നാണം കെടുത്തുന്നതായിരുന്നു. ഇക്കാര്യത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും പ്രധാനമന്ത്രി മൗനം പോകി. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന മോദി തട്ടിപ്പ് എന്ന ഏറ്റവും പുതിയ പരാമർശങ്ങളിലും മോദിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഉത്തരമില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. മഹാരാഷ്ട്ര അടക്കം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ അദ്ദേഹം എടുത്തു കാട്ടുന്നു. 5 ഘട്ടങ്ങളിലായാണ് BJP തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണങ്ങൾ. മഹാരാഷ്ട്രയിൽ ഒരൊറ്റ കെട്ടിടത്തിൽ നിന്നും മാത്രം 7000 വോട്ടർമാരെ പട്ടികയിൽ ചേർത്തു. പുതിയ വോട്ടർമാരെയെല്ലാം ചേർത്തത് BJP മണ്ഡലങ്ങളിലും ആണ്. 1 കോടി വോട്ടുകൾ മഹാരാഷ്ട്രയിൽ ക്രമക്കേട് നടത്തി. അതിന്
വ്യക്തമായ തെളിവോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് നാളെ BJP സർക്കാരിനെതിരെയുള്ള അണുബോംബ് പൊട്ടിക്കാൻ ബംഗളൂരുവിൽ രാഹുൽ ഗാന്ധി തുനിയുന്നത്. അത് എത്രമാത്രം ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ബാധിക്കുമെന്നാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 140 കോടി ജനതയെ ചതിച്ച് BJP നടത്തിയ ഈ കൊടുംചതി നാളെയും ആവർത്തിക്കും. അതനുവദിക്കാൻ കഴിയില്ല എന്നും അതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്ന് BJPയുടെ ജനാധിപത്യ ധ്വംസനം തുറന്നു കാട്ടുക എന്നുമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇക്കാലമത്രയും അധികാരത്തിലിരുന്ന BJP സർക്കാർ ഇത്തരം തട്ടിപ്പുകളിലൂടെയാണ് ഭരണം പിടിച്ചത് എന്ന പരമയാഥാർത്ഥ്യം ഞെട്ടിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തെ ഭയക്കുന്ന മോദിയുടെ നിശബ്ദത ഇന്ത്യയോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്. അത് പ്രതിപക്ഷ നേതാവ് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ, തെളിവോടുകൂടി ചോദ്യം ചെയ്യുമ്പോൾ BJPക്ക് മൗനം മാത്രം ബാക്കി. ജനാധിപത്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് മോദിയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കരാളഹസ്തം ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാഹുൽ ഗാന്ധിയുടെ ആ ബോംബ് ഒരുപക്ഷെ മോദിയുടെ കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കുമോ, BJP ഭരണകൂടത്തിനെ കടപുഴക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.